പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. നോമ്പ് കാലത്തിന്റെ പകുതി സമയത്തോടടുക്കുമ്പോഴേക്കും നമ്മുടെ ആത്മീയ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാകുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെ വാക്യങ്ങളാണ്. ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ ഭാഗമായി ഈശോ പറഞ്ഞ രണ്ട് സുപ്രധാന കാര്യങ്ങൾ: ഒന്ന്, വ്യഭിചാരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈശോ നൽകുന്ന പ്രബോധനങ്ങളും അതുപോലെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രബോധനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. പാപത്തെ ചെറുക്കുന്നതിൽ അതികാർക്കശ്യമായ ഒരു നിലപാട് അത് പാപത്തിന്റെ തുടക്ക സ്ഥാനം മുതൽ, ഉത്ഭവ സ്ഥാനം മുതൽ ഉണ്ടാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ഇവിടെ വ്യഭിചാരത്തിന്റെ കാര്യം പറയുമ്പോഴും വിവാഹമോചനത്തിന്റെ കാര്യം പറയുമ്പോഴും അതികാർക്കശ്യമായ ഒരു നിലപാടെടുത്ത് അത്തരം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയാകരുത്, അതിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ഗുരുതരമായ, വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എടുത്ത് അതിനെ തടയാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ കണ്ണോ കാലോ കയ്യോ നിനക്ക് പാപകാരണമാകുന്നെങ്കിൽ അത് വെട്ടിയെടുത്ത് എറിഞ്ഞു കളയുക, അല്ലെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. കാരണം നിത്യജീവൻ നഷ്ടപ്പെടാൻ ആ ഒരു പാപം കാരണമാകും. അതിലും ഭേദം നിന്റെ ഒരു ശരീര ഭാഗം നഷ്ടപ്പെടുന്നതാണ്, മറിച്ച് ആ സമയത്ത് നിത്യജീവൻ നിനക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും. അതുപോലെ വിവാഹമോചനത്തിന്റെ കാര്യം പറയുന്നിടത്തും മറ്റൊരു സ്ത്രീയെ ഒരു നോട്ടം കൊണ്ട് പോലും ആഗ്രഹിക്കുമ്പോൾ അത് വലിയ പാപത്തിന്റെ തലത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈശോ കണക്കാക്കുന്നത്. ഈ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം ഇതാണ്: പാപവുമായി ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെറിയ രീതിയിലാവാം, അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്, ഇത് ഞാൻ മാത്രം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മൾ തന്നെ കാര്യങ്ങളെ ലഘൂകരിച്ച് കാണുന്ന, ഇതിങ്ങനെയൊക്കെയാണ് എന്ന് കരുതി എല്ലാവരെയും പോലെ ഞാനുമാകുന്നതിൽ തെറ്റില്ല എന്ന ഒരു ചിന്താഗതിയോടുകൂടി ഒരു ലാഘവ മനസ്സോടെ പാപത്തെ സമീപിക്കരുത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുന്നു, പാപവുമായി ഒരു കോംപ്രമൈസും പാടില്ല. അതിനുവേണ്ടി ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും അതാണ് ചെയ്യേണ്ടത്, മറിച്ച് പാപത്തിലേക്ക് പോവുകയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ നാളുകളിൽ നമ്മൾ ആത്മപരിത്യാഗം കൊണ്ട്, ത്യാഗ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ചെയ്തെടുത്ത ആ ഒരു പുണ്യപ്രവർത്തനങ്ങളുടെ വഴിയിലേക്ക് വരുന്ന ആ മാർഗത്തെ പിശാച് വീണ്ടും പാപവഴിയിലേക്ക് തള്ളിയിടാൻ പരിശ്രമിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും പിശാചുമായിട്ടും പാപവുമായിട്ടും ഉണ്ടാവാൻ പാടില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്തും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമുണ്ടെന്ന് തോന്നിപ്പിച്ച കാര്യങ്ങൾ വഴിയൊക്കെയാണ് ഈശോയെ പരീക്ഷിക്കാൻ പിശാച് പരിശ്രമിച്ചത്. പക്ഷെ ഈശോ പിശാചുമായി, പാപവുമായി ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല എന്ന് ആ തിരുവചന ഭാഗവും നമ്മളോട് പറയുന്നു. നമുക്കിന്ന് ഈ ഞായറാഴ്ച ദിവസം ഈശോ ഓർമ്മിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം, പാപവുമായി എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കോംപ്രമൈസുകൾ നടത്തി, ചിലപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു ലാഭത്തിന് വേണ്ടി, എൻ്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ ഞാൻ പാപവുമായി കോംപ്രമൈസ് നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ താപസ ജീവിതത്തിന്റെ ദിവസങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങളും ആത്മപരിത്യാഗത്തിലൂടെ, നോമ്പിലൂടെ അങ്ങയോട് ചേരാൻ ആഗ്രഹിക്കുമ്പോൾ പാപവുമായി ഒരു കോംപ്രമൈസിനും പോകാതിരിക്കാൻ ഞങ്ങളുടെ മനസ്സുകളെ ബലപ്പെടുത്തണമേ. പാപം തരുന്ന സന്തോഷങ്ങളും ലാഭങ്ങളും വേണ്ടെന്ന് വയ്ക്കാനുള്ള മനസ്സിന്റെ ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.